മോർണിംഗ് സ്റ്റുഡൻസ്, മൈ നെയിം ഈസ് ഷൈത്യ രാംദാസ്. SSLC ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എടുക്കുന്നത് ഞാനായിരിക്കും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1 ആണ്, സംസ്കാരം ഒരു ആമുഖം അല്ലെങ്കിൽ കൾച്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ. സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ സംസ്കാരം എന്താണ്, ഇനി സംസ്കാരവും സിവിലൈസേഷനും നാഗരികതയും തമ്മിലുള്ള കണക്ഷൻ, ഇനി സംസ്കാരവും പൈതൃകവും തമ്മിലുള്ള ലിങ്ക് എന്താണെന്നും, പിന്നെ ഈ ഒരു സംസ്കാരം കൊണ്ട് നമ്മുടെ ഹ്യൂമൻ ലൈഫ്സിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ആഫ്റ്റർ സ്റ്റഡിങ് ദീസ് ലെസൺ വി വിൽ ഏബിൾ ടു നോ അബൌട്ട് അവർ കൾച്ചർ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സെഷൻ. എനിവേ, കൾച്ചർ എന്ന പദം വരുന്നത് ലാറ്റിൻ പദമായിട്ടുള്ള കൾട്ട് അല്ലെങ്കിൽ കൾട്ടസ് എന്ന പദത്തിൽ നിന്നാണ് അല്ലേ. അതായത് അതിൻ്റെ അർത്ഥം വരുന്നത് റിഫൈനിങ്, പരിഷ്കരിക്കുക, അല്ലെങ്കിൽ കൾട്ടിവേറ്റിംഗ്, അതായത് കൃഷി ചെയ്യുന്ന, ഇതൊക്കെയാണ് ആ ഒരു പദത്തിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. സോ അതിൻ്റെ ഒരു സിമ്പിൾ ടേംസിൽ, അതായത് ഒരു ചുരുക്ക രൂപത്തിൽ അതിനൊക്കെ പറയുന്നതാണെങ്കിൽ, ഉൽപ്പാദിപ്പിക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യുമ്പോൾ ലഭിക്കുന്ന അവസാന ഉൽപ്പന്നം അത് നമ്മുടെ പ്രശംസയും ബഹുമാനവും പിടിച്ചു പറ്റുന്നതായിരിക്കും. ഓക്കെ, അതാണ് ആ ഒരു വേർഡിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. സോ അവിടെ നിന്നിട്ടാണ് നമ്മൾ ആ ഒരു കൾച്ചർ എന്ന വേർഡ് ഡിറൈവ് ചെയ്തെടുത്തത്, ആ ഒരു ലാറ്റിൻ പദത്തിൽ നിന്ന്. ഓക്കെ, പിന്നെ ഈ ഒരു പദത്തിനോട്, കൾച്ചറിനോട് സമാനമായിട്ടുള്ളൊരു പദം സംസ്കൃതത്തിലുണ്ട്. സംസ്കൃതി എന്നാണ് പറയുന്നത്. സോ അതായത് ക്രീ എന്നൊരു റൂട്ട് ഫോം ഉണ്ട് സംസ്കൃതത്തിൽ, ടു ഡു, എന്തെങ്കിലും ചെയ്യുക. സോ അതിൻ്റെ 3 തലങ്ങളായിട്ട് പ്രകൃതി, സംസ്കൃതി ആൻഡ് വികൃതി. ഇതിൽ പ്രകൃതിയിൽ പറയുന്നത് പ്രകൃതി വിച്ച് മീൻസ് മെയ്റ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ആണ്. അസംസ്കൃത വസ്തുവായിരുന്നു പ്രകൃതിയിൽ ഉണ്ടാവുന്നത്. സോ ആ ഒരു അസംസ്കൃത വസ്തു യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഉൽപ്പന്നമാക്കുന്ന, അതായത് ഏതെങ്കിലും പ്രൊഡക്റ്റ് ആക്കുന്നതൊക്കെ സംസ്കൃതിയിൽ വരുന്നതാണ്. ഓക്കെ, അതിനെ റിഫൈനിങ് ചെയ്യുന്നതൊക്കെ സംസ്കൃതിയിലുള്ളതാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഗോസ് ടു വികൃതി. അതായത് ഈ ഒരു ഉൽപ്പന്നത്തിന്, നമ്മൾ ഉണ്ടാക്കിയ ഉൽപ്പന്നത്തിന് എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ ബ്രോക്കനോ ആയതാണെങ്കിൽ അതെന്താണ്, വികൃതിയിൽ പെടുന്നതാണ്. സോ ഇത് ജസ്റ്റ് ഒരു ആഡ് ഓൺ ഇൻഫർമേഷന് വേണ്ടിയിട്ട് പാസ് ചെയ്തതാണ്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ഈവൻ ഇൻ കേസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണെങ്കിൽ ചിലപ്പം ചോദിക്കാം, എന്താ കൾച്ചറിന് സമാന പദമായിട്ട് സംസ്കൃതത്തിൽ പറയുന്ന പദം എന്തെന്ന്. അപ്പോൾ സംസ്കൃതിയാണത് വരുന്നത്. ഓക്കെ, സോ നമ്മളിനിപ്പം പറയാൻ പോകുന്നത് സംസ്കാരത്തിൻ്റെ ആശയം. ഫസ്റ്റ് തിങ് ആയിട്ട് പറയുന്നത് സംസ്കാരത്തിൻ്റെ ആശയം എന്താണെന്നാണ്. അപ്പോൾ സംസ്കാരത്തിൻ്റെ, അതായത് കോൺസെപ്റ്റായിട്ട് പറയും. സോ സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേ ഓഫ് ലൈഫാണ്, അതൊരു ജീവിത ശൈലിയാണ്. അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, ധരിക്കുന്ന വസ്ത്രം, കൂടാതെ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ, ആരാധിക്കുന്ന ദൈവം, എല്ലാം സംസ്കാരത്തിൻ്റെ വശങ്ങളാണ്. സോ ഇൻ സിമ്പിൾ ടേംസിൽ പറയുന്നതാണെങ്കിൽ, നമ്മൾ ചിന്തിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതുമായ രീതിയുടെ ഒരു മൂർത്തിഭാവമാണ് എന്താണ് സംസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനുഷ്യനൊരു സാമൂഹിക ജീവിയാണല്ലേ, എല്ലാവർക്കും അറിയില്ലേ. സോ നമ്മൾ ഉൾപ്പെടെ വരുന്ന ബാക്കി എല്ലാവരുടെയും നേട്ടങ്ങളും എന്താണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലേ. അതായത് നമ്മുടെ കല, സാഹിത്യം, തത്വശാസ്ത്രം, അതായത് ഫിലോസഫി എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ വരുന്നത് വേറെ സ്കൾപ്ചേഴ്സ് ഉണ്ടാവുമല്ലോ, കൊത്തുപണികൾ, ആ ഒരു മേഖലയിലൊക്കെ വരുന്ന കാര്യങ്ങളുമെല്ലാം എന്താണ് ഈ ഒരു സംസ്കാരത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, കൂടാതെ അതിൻ്റെ നമ്മുടെ കസ്റ്റംസ്, ആചാരങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, അതൊക്കെ എന്താണ് നമ്മുടെ ഫെസ്റ്റിവൽസ്, പ്രോഗ്രാംസൊക്കെ ഉണ്ടാവുമല്ലോ, ഉത്സവങ്ങളൊക്കെ ഈ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കൂടി ചേർന്നതാണ് സംസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേഷൻ ടു ജനറേഷൻ, അതായത് നമ്മുടെ പൂർവികരിൽ നിന്നും നമുക്കെന്താണ് കൈമാറി കിട്ടിയ ഒരു കാര്യം കൂടിയാണ്. കൂടാതെ എന്താണ് നമ്മുടെ വേരിയസ് ഇഷ്യൂസ്, അതായത് ഈ ഒരു സമൂഹത്തിലുണ്ടാകുന്ന പല തലങ്ങളിലുള്ള പ്രശ്നങ്ങളിൽ നമ്മുടെ മനോഭാവം എന്താണെന്ന് കാണിക്കുന്നതും ഈ ഒരു സംസ്കാരത്തിൻ്റെ
അണ്ടറിൽ വരുന്നതാണ്. സോ ഇപ്പം പറയുന്നതാണെങ്കിൽ സംസ്കാരത്തിന് രണ്ട് പ്രത്യേകത ഉണ്ട്. അതായത് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ തിങ്സ്. മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭൗതികമായിട്ടുള്ള ഒരു സംസ്കാരമാണ്. അതായത് ഈ ഒരു ഭൗതിക സംസ്കാരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ളൊരു ഫിസിക്കൽ തിങ്സിനെ നമ്മൾ യൂസ് ചെയ്യുക എന്തെങ്കിലും ചെയ്യും. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഉടുക്കുന്ന വസ്ത്രം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വീട്ടുപകരണങ്ങളൊക്കെ ഈ ഒരു സംസ്കാരത്തിൻ്റെ അതായത് മെറ്റീരിയൽ തിങ്ങിൽ വരുന്നതാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഭൗതികേതര സംസ്കാരം, അല്ലെങ്കിൽ അതിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആശയങ്ങൾ, ഐഡിയലിസം, അതായത് ആദർശങ്ങൾ, നമ്മളെ തോട്ട് പ്രോസസ്സ്, നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ വിശ്വാസങ്ങളൊക്കെ എന്താണ് ഭൗതികേതര സംസ്കാരത്തിൽ വരുന്നതാണ്. അപ്പം നമ്മൾ സംസ്കാരത്തിനെ രണ്ട് രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്, മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ തിങ്സ്. സോ മെറ്റീരിയൽ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അതിനെ മെറ്റീരിയൽ, കാരണം ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള കാരണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇനിയിപ്പം നോൺ മെറ്റീരിയൽ തിങ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആശയങ്ങളൊക്കെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്, നമ്മുടെ വീക്ഷണങ്ങൾ, നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന നമ്മുടെ ആ വീക്ഷണത്തിനെയാണ് നമ്മൾ നോൺ മെറ്റീരിയൽ തിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ദേശത്തിനനുസരിച്ച് നമ്മുടെ സംസ്കാരം മാറുന്നുണ്ട് അല്ലേ. നമ്മുടെ ഇന്ത്യൻ സംസ്കാരമാണ് ഫോറിൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അല്ല. ഇന്ത്യൻ സംസ്കാരം നമ്മൾ തന്നെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ഓരോ കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മുടെ വസ്ത്രങ്ങളായാലും നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ഫോറിനേഴ്സിൻ്റെ. മുഖ്യമായിട്ടും വസ്ത്രധാരണ രീതി, പിന്നെ ലാംഗ്വേജ്, നമ്മൾ യൂസ് ചെയ്യുന്ന സ്പോക്കൺ ലാംഗ്വേജും അവർ യൂസ് ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജും തമ്മിൽ നല്ല ഭേദ്യമായ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. സോ ഇതൊക്കെയാണ് സംസ്കാരം. അതൊരു വേറൊരു കൾച്ചറാണ്, നമ്മളുടേതും വേറെ കൾച്ചറാണ് അല്ലേ. സോ രണ്ടും തമ്മിൽ കൊളൈഡ് ഒന്നും ചെയ്യുന്നില്ല. ഈവൻ നമ്മൾ നമ്മളുടെ സംസ്കാരത്തിൻ്റെ അണ്ടറിൽ വളരുന്നു, അവരവരുടെ സംസ്കാരത്തിൽ വളരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് തിങ് പറയുന്നത് സംസ്കാരവും നാഗരികതയും. എനിവേ നമ്മൾ സംസ്കാരം എന്താണെന്ന് പഠിച്ചു. ഇനി നാഗരികത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഗരികത എന്നാൽ മെച്ചപ്പെട്ട ജീവിത മാർഗങ്ങൾ ഉണ്ടായിരിക്കുകയും ചിലപ്പോൾ പ്രകൃതിയെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വളച്ചൊടിക്കുകയും ചെയ്യുന്നു. ഭക്ഷണം, വസ്ത്രധാരണം, ആശയവിനിമയം തുടങ്ങിയ കാര്യങ്ങളിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കായി കൂട്ടായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നന്നായി നിർവചിക്കപ്പെട്ട ഗ്രൂപ്പുകളായി സമൂഹങ്ങളെ സംഘടിപ്പിക്കുന്നതിനും ഇതിൽ ഉൾപ്പെടുന്നു. അങ്ങനെ ചില വിഭാഗങ്ങൾ തങ്ങളെ പരിഷ്കൃതരായി കണക്കാക്കുകയും മറ്റുള്ളവരെ അവജ്ഞയോടെ കാണുകയും ചെയ്യുന്നു. ഈ ചില ഗ്രൂപ്പുകളുടെ ഈ സ്വഭാവം യുദ്ധങ്ങളിലേക്കും കൂട്ടക്കൊലകളിലേക്കും നയിച്ചു. അതിൻ്റെ ഫലമായി മനുഷ്യരുടെ കൂട്ടനാശം. സോ ഇതിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഗരികത എന്ന് അല്ലെങ്കിൽ സിവിലൈസേഷൻ കൊണ്ട് ഇൻ സിമ്പിൾ ടേംസിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താണോ ഉള്ളത്, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു എന്നതാണ് നാഗരികത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എന്താണ് എന്നതാണ് സംസ്കാരം അല്ലേ. നമ്മുടെ വീക്ഷണം, നമ്മളുടെ ഐഡിയലിസം, നമ്മുടെ തോട്ട് പ്രോസസ്സൊക്കെ സംസ്കാരത്തിലാണ്. നമ്മളൊരു കൾച്ചേർഡ് പേഴ്സണും കൾച്ചറലെസ് പേഴ്സണും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കൾച്ചേർഡ് പേഴ്സൺ, അതായത് ചിലപ്പം ഫോർ എക്സാമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ ഒരു പുവറായിട്ടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ, അവന് ചിലപ്പം ചീപ്പായിട്ടുള്ള ക്ലോത്ത്സ് ആയിരിക്കും, അതായത് വസ്ത്രങ്ങളായിരിക്കും അവൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും അവനൊരു കൾച്ചേർഡ് മാൻ ആയിരിക്കും. അതായത് അവനൊരു സംസ്കാരം ഉണ്ടാവും, അവനുപയോഗിക്കുന്ന ഭാഷ, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിലുള്ള ആ ഒരു ആശയം, അതൊക്കെ എന്താണ്, കൾച്ചേർഡ് ആയിട്ടുള്ളതായിരിക്കും, നമ്മുടെ സംസ്കാരത്തിന് ഉതകുന്നതായിരിക്കും. എനിവേ ഒരു റിച്ച് ആയിട്ടുള്ളൊരു ആളെ നോക്കുന്നതാണെങ്കിൽ ആൾക്ക് ബാഹ്യമായിട്ട് കാണുന്ന ആ ഒരു എന്താണ് റിച്ച്നെസ് മാത്രമായിരിക്കും മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ട് ലക്ഷൂറിയസ് ലൈഫായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. പക്ഷേ ആ ആൾ താരതമ്യേന ഈ ഒരു പുവർ മാനിനെ അപേക്ഷിച്ച് നോക്കുന്നതാണെങ്കിൽ കൾച്ചറലെസ് പേഴ്സൺ ആയിരിക്കും അല്ലേ. സോ അവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉദ്ദേശിക്കുന്നത് എന്താണ്, കൾച്ചേർഡ് പേഴ്സണിന് അതായത് അവർക്കൊരു സംസ്കാരമുണ്ട്, ആ ഒരു പെരുമാറ്റ രീതിയുണ്ട്. ആ ഒരു പെരുമാറ്റ രീതിയിൽ നിന്നാണ് സമൂഹത്തെ നോക്കിക്കാണുന്നതും അവരാഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെ തിരിച്ചു കിട്ടണമെന്നാണ്. പക്ഷേ ലക്ഷൂറിയസ് ലൈഫ് ജീവിക്കുന്ന അയാൾക്ക് എന്തുണ്ടെന്ന് ബാക്കിയുള്ളവരെ കാണിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. പക്ഷേ അതിൽ അവർ അത്രത്തോളം അവരുടെ സംസ്കാരം
നന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ടോയെന്ന് അയാൾ ചിന്തിക്കുന്നില്ല. സോ സംസ്കാരവും നാഗരികതയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നമുക്കെന്തുണ്ടോ അത് കൂടാതെ നമ്മൾ എന്തുപയോഗിക്കുന്നോ എന്നതിനെയാണ് സിവിലൈസേഷൻ, നാഗരികത പറയുന്നതെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ എന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സംസ്കാരവും പൈതൃകവുമാണ്. സംസ്കാരവും പൈതൃകവും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുൻഗാമികളിൽ നിന്ന് നമുക്ക് ലഭിച്ച സംസ്കാരത്തെ നമ്മുടെ സാംസ്കാരിക പൈതൃകം എന്ന് വിളിക്കുന്നു, അല്ലേ? ഈ ഒരു പൈതൃകം വിവിധ തലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് മാനവികതയ്ക്ക് മൊത്തത്തിൽ മനുഷ്യ പൈതൃകം എന്നാണ് വിളിക്കുന്നത്. സോ സംസ്കാരം ഒരു പാരമ്പര്യമായിട്ട് ലഭിക്കുകയും ചെയ്തു. സോ ഈ ഒരു ദേശീയ സാംസ്കാരിക പൈതൃകം എന്ന് വിളിക്കാവുന്ന ഒരു സംസ്കാരവും ഈ ഒരു രാഷ്ട്രത്തിന് അവകാശമായി ലഭിക്കുന്നു. അതായത് നമുക്ക് പൂർവികരിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടിയ സംസ്കാരമാണ് പൈതൃകം, അല്ലേ? അതായത് അതിൻ്റെ ഏറ്റവും പീക്കിൽ തന്നെയായിരിക്കും നമ്മൾ ആ സാംസ്കാരിക പൈതൃകത്തെ വിലമതിക്കുന്നത്, അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു, നമുക്കതിൽ അഭിമാനവുമുണ്ട്. സിമ്പിൾ ടേംസിൽ ഈ ഒരു പൈതൃകം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിളായിട്ട് പറയാം താജ്മഹൽ. താജ്മഹൽ എല്ലാവർക്കും അറിയുന്ന, കൂടാതെ ചെങ്കോട്ട, ആഗ്രയിലുള്ള ചെങ്കോട്ട, കുത്തബ് മിനാസ്, അമൃത്സറിലെ സുവർണ ക്ഷേത്രം, പിന്നെ സാഞ്ചി സ്തൂപം, ഇവയൊക്കെ എന്താണ് പൈതൃകത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്, അല്ലേ? ഇവ നശിപ്പിക്കേണ്ടതാണോ സംരക്ഷിക്കേണ്ടതാണോ? തീർച്ചയായിട്ടും നമുക്ക് എന്താണ് സംരക്ഷിക്കേണ്ടതാണല്ലേ. അതായത് നമ്മുടെ പൈതൃകം വിളിച്ചോതുന്നതാണ് ഈ ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും. അതായത് പ്രധാനപ്പെട്ട ഈ ഒരു സ്ഥലങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടവയാണ്. കൂടാതെ ഇതിൽ മാത്രമല്ല നമ്മുടെ പൈതൃകത്തെ വിളിച്ചോതുന്നത്, നമ്മുടെ ശാസ്ത്ര പുരോഗതിയിലൊക്കെ നമ്മൾ വലിയ മുന്നേറ്റങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതായത് പുതിയ കണ്ടെത്തലുകളും പിന്നെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇല്ലേ, അതായത് അതൊക്കെ ഈ ഒരു പൈതൃകത്തിൻ്റെ ഭാഗമാണ്. ഫോർ എക്സാമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ ഫിസിക്സിൽ കനാഡ, വരാഹ്മിഹിർ എന്ന് പറഞ്ഞിട്ടുള്ളവരൊക്കെ ഫിസിക്സിൽ സംഭാവന ചെയ്തവരാണ്. സോ കൂടാതെ കെമിസ്ട്രിയിൽ നാഗാർജുന, കെമിസ്ട്രിയിൽ അവരുടേതായ സംഭാവന ചെയ്ത ഒരാളാണ് പണ്ട് കാലത്ത് നാഗാർജുന പറഞ്ഞത്. ഇപ്പം മെഡിസിൻ ഫീൽഡിലാണെങ്കിൽ ചരകനും സുശ്രുതനും, ഇപ്പം യോഗയിൽ വരുന്നതാണെങ്കിൽ പതഞ്ജലിയൊക്കെ, ഇവരൊക്കെ നമ്മുടെ ഈ ഒരു പൈതൃകത്തിൻ്റെ നിധികളാണല്ലേ. അപ്പം പൈതൃകം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് സംരക്ഷിക്കേണ്ടതും നമ്മുടെ അഭിമാനം ഉയർത്തുന്നതുമായ സാംസ്കാരിക സംഭവങ്ങൾ, അതായത് അതിനെയാണ് നമ്മൾ പൈതൃകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ ഡിഫറൻസ് പറയാമെന്നുണ്ടെങ്കിൽ സംസ്കാരവും നമ്മുടെ പൈതൃകവും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് പറയാമെന്നുണ്ടെങ്കിൽ, സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചബിളാണ്, ഇറ്റ്സ് ലയബിൾ ടു ചേഞ്ച്, അല്ലേ? മാറ്റം അനിവാര്യമാണ് സംസ്കാരത്തിന്, അല്ലേ? മാറ്റം അനിവാര്യം തന്നെയാണ് സംസ്കാരത്തിന്. അതായത് നമ്മളിപ്പം ചില കാര്യങ്ങൾ, നമ്മുടെ കൾച്ചർ, നമ്മളിപ്പം സാമൂഹിക ജീവിയാണെന്ന് ഞാൻ പറഞ്ഞുള്ളത്, മനുഷ്യൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതാണ്. സോ ഞാൻ ചെറുപ്പത്തിലുണ്ടായിരുന്ന പോലെ ആയിരിക്കില്ല ഞാൻ കുറച്ചും കൂടെ വളർന്ന് വന്നു കഴിഞ്ഞാൽ. കാരണം ഞാൻ സോഷ്യലി ഒന്നും കൂടെ കംഫർട്ടബിൾ ആകുമ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യും, അല്ലേ? നമ്മളിപ്പം ഒരു ചെറുപ്പത്തിലുള്ള നമ്മളായിരിക്കില്ല വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ഗ്യാദർ ചെയ്യാനുള്ള ഇൻഫർമേഷൻസൊക്കെ ഗ്യാദർ ചെയ്യാനുള്ള ശേഷി നമുക്ക് കിട്ടുന്നതായിരിക്കും, അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരത്തിലും അത് വലിയ മുന്നേറ്റങ്ങളാണ് നടത്തുന്നത്. ഓക്കെ, നമ്മളിപ്പം ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തെല്ലാം നിങ്ങൾക്ക് കുറേ തെറ്റുകളും കാര്യങ്ങളെല്ലാം പറ്റും. കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും അതൊക്കെ മനസ്സിലാക്കും. അയ്യോ ഞാൻ ഇങ്ങനെ ആയിരുന്നോ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് സോഷ്യലി നമുക്ക് ഒരു കാര്യത്തിനോടുള്ള നമ്മുടെ ആ ഒരു അപ്രോച്ച്, എന്തെങ്കിലും ആശയങ്ങൾ പറയുമ്പോഴും അതൊക്കെയുള്ള ആ ഒരു അപ്രോച്ചും നമ്മുടെ വലുതാകുമ്പോഴേക്കും മാറുന്നതായിരിക്കും. സോ ഇതാണ് സംസ്കാരം. അത് ലയബിൾ ടു ചേഞ്ച്, അല്ലേ? നമ്മുടെ ബിഹേവിയറും അല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ തോട്ട് പ്രോസസ്സൊക്കെ ഈ ഒരു സംസ്കാരത്തിൽ വരുന്നതാണ്. സോ അത് എന്തായാലും ചേഞ്ച് ആവുന്നതാണ്. പൈതൃകം പക്ഷേ ഡസൻ ചേഞ്ച്, അതിനൊരു ചേഞ്ച് ഇല്ല, അല്ലേ? നമ്മളിപ്പം കുറച്ച് ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ച് താജ്മഹൽ പൊളിച്ച് പുതുക്കി പണിത് കഴിഞ്ഞാൽ അവിടെ
ആ ഒരു പൈതൃകത്തിനെ സംരക്ഷിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല. ആ ഒരു പൈതൃകത്തിനെ നമ്മൾ ബ്രോക്കൺ ചെയ്യുക, ഡാമേജ് വരുത്തി നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ആ ഒരു താജ്മഹൽ, മുൻപത്തെ ആ ഒരു താജ്മഹലിൻ്റെ എഫക്റ്റിലല്ലല്ലോ, നമ്മൾ പുതുതായി ഉണ്ടാക്കി എന്നാണല്ലോ പറയുക, അല്ലേ? സോ പൈതൃകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ് നോട്ട് ചേഞ്ച്. സംസ്കാരം നമ്മൾ അഡാപ്റ്റ് ചെയ്യും, അത് ലയബിൾ ടു ചേഞ്ച് ആണ്. അത് ജനറേഷൻ ടു ജനറേഷൻ കൊടുക്കുന്നതാണെങ്കിൽ തന്നെ ഓരോ ജനറേഷനിലും അതിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരും. നമ്മളൊന്നെങ്കിൽ ആഡ് ഓൺ ചെയ്യും, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും, അല്ലെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യും. സോ സംസ്കാരം അങ്ങനെയാണ്, ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കുക. എന്നാൽ പൈതൃകം ഇറ്റ്സ് ഡസൻ. ഓക്കെ, ഇനിയിപ്പം അതാണ് അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ വരുന്നത് പൈതൃകത്തിൻ്റെ ഡസ് നോട്ട് എന്ന് പറഞ്ഞല്ലോ, ചേഞ്ച് ചെയ്യുന്നില്ല എന്ന്, അല്ലേ? അതായത് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് ഉണ്ടല്ലോ, പണ്ടത്തുള്ള വേദങ്ങൾ, ഉപനിഷത്സ്, അതൊക്കെ നമുക്ക് എന്ത് തരുന്നുണ്ട്? അതെല്ലാം നമ്മുടെ പൈതൃകത്തിൻ്റെ അണ്ടറിൽ വരുന്ന, പണ്ട് മുതലേ ഉള്ളതാണല്ലേ. നമുക്ക് പൂർവികന്മാരായിട്ട് നമുക്ക് തന്നതാണ് ഈ ഒരു സ്ക്രിപ്റ്റേഴ്സൊക്കെ. അതായത് നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ അറിവ് സ്വായത്തമാക്കുന്നുണ്ട് ആ ഒരു പൈതൃകത്തിൽ നിന്ന്. ഉപനിഷത്സും വേദാസും ഗീതാസും ഒക്കെ നമുക്ക് പലതരത്തിലുള്ള നോളജ് തരുന്നുണ്ട്. എങ്ങനെ സോഷ്യലി കണക്ട് ചെയ്യണം, ഒരു കാര്യത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ ഈ ഒരു സ്ക്രിപ്റ്റേഴ്സും കാര്യങ്ങളും നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ടല്ലേ. അപ്പം ഇതാണ് മെയിൻലി ഡിഫറൻസ് ആയിട്ട് പറയുന്നത്, സംസ്കാരവും പൈതൃകവും തമ്മിലുള്ള. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാവുന്നത് സംസ്കാരത്തിൻ്റെ പൊതു സ്വഭാവങ്ങളാണ്. 8ഓളം പൊതു സ്വഭാവങ്ങളുണ്ട് സംസ്കാരത്തിന്. സോ ഫസ്റ്റ് പൊതു സ്വഭാവമായിട്ട് പറയുന്നത് സംസ്കാരം പഠിക്കുകയും നേടിയെടുക്കുകയും ചെയ്യുന്നു. അതായത് പാരമ്പര്യത്തിലൂടെ നേടിയെടുക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട് എന്ന അർത്ഥത്തിലാണ് സംസ്കാരം നേടിയത്. വ്യക്തികൾക്ക് അവരുടെ മാതാപിതാക്കളിൽ നിന്ന് ചില ഗുണങ്ങൾ പാരമ്പര്യമായി ലഭിക്കുന്നു. എന്നാൽ സാമൂഹിക സാംസ്കാരിക പാറ്റേണുകൾ പാരമ്പര്യമായി ലഭിക്കുന്നില്ല. കുടുംബാംഗങ്ങളിൽ നിന്നും ഗ്രൂപ്പിൽ നിന്നും അവർ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നും ഇവ പഠിക്കുന്നു. മനുഷ്യരുടെ സംസ്കാരം അവർ പ്രവർത്തിക്കുന്ന ഭൗതികവും സാമൂഹികവുമായ ചുറ്റുപാടുകളാൽ സ്വാധീനിക്കപ്പെടുന്നുവെന്ന് അങ്ങനെ വ്യക്തമാണ്. അതായത് സംസ്കാരം പഠിക്കുകയും നേടിയെടുക്കുകയും ചെയ്യുന്നതെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ കുഞ്ഞിലേ ആയിരിക്കുമ്പം നമ്മളെന്താണ്, നമ്മുടെ വീട്ടിലുള്ള ചുറ്റുപാടിലാണ് വളരുന്നത്. സോ നമ്മുടെ പാരൻസ് എന്താണോ പറഞ്ഞിരുന്നത് അത് മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് അക്വയർ ചെയ്യുന്നത്, നമ്മൾ അവിടെ നിന്ന് നേടിയെടുക്കുന്നത്. ബട്ട് നമ്മൾ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ നമ്മൾ സോഷ്യലി കണക്റ്റഡ് ആവുകയാണ്, അല്ലേ? അപ്പം നമ്മളുടെ മാതാപിതാക്കൾ മാത്രമല്ല, നമ്മൾ ആ ഒരു സമൂഹത്തിൽ വന്നു. സോ ആ ഒരു സമൂഹത്തിൽ നിന്നും കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യുന്നു, വേണ്ടാത്തത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. സോ അതാണ് നമ്മൾ പഠിക്കുകയും നേടിയെടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു പൊതു സ്വഭാവം, ഫസ്റ്റ് സ്വഭാവമായിട്ട് പറഞ്ഞത് ഇത് തന്നെയാണ്, അല്ലേ? നമ്മൾ പലതും പഠിക്കുകയും ചെയ്യുന്നുണ്ട്, അത് നേടിയെടുക്കുന്നുണ്ട്, വേണ്ടാത്തവ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ് പറയുന്നത് സംസ്കാരം ഒരു കൂട്ടം ആളുകൾ പങ്കിടുന്നു. അതായത് ഒരു ചിന്തയെ അല്ലെങ്കിൽ പ്രവർത്തനത്തെ ഒരു കൂട്ടം ആളുകൾ പങ്കിടുകയും വിശ്വസിക്കുകയും ചെയ്താൽ അതിനെ സംസ്കാരം എന്ന് വിളിക്കാം. അതായത് നമ്മൾ ഈ ഒരു ഇന്ത്യയിൽ നമ്മുടെ സംസ്കാരം നമ്മൾ പങ്കിടുന്നില്ലേ, അല്ലേ? നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. നമുക്കൊരു ഇൻഡിവിജ്വൽസ് വെച്ചിട്ട് ചിന്തകളൊക്കെ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ നമ്മൾ ഈ നമ്മുടെ പൈതൃകത്തിലൊക്കെ വിശ്വസിക്കുന്ന പോലെ നമ്മളൊരു കൂട്ടായിട്ടാണ് ആ ഒരു ചിന്താഗതിയെ വളർത്തിയെടുക്കുന്നത്, അല്ലേ? ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഈ ഒരു സംസ്കാരത്തിനെ പങ്കിടുന്നുണ്ട്, അതിനെ വിശ്വസിക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ മതത്തിലായാലും ഓരോ ഗ്രൂപ്പ് വൈസ് ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു സംസ്കാരത്തിനെ കൊണ്ടുപോകുന്നുണ്ട്. ഈവൻ റിലീജിയൻസ് വരുമ്പോഴാണ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് വരുന്നെങ്കിൽ കൂടെ നമ്മൾ ഈ മൊത്തത്തിൽ ഈ ഒരു ഇന്ത്യ എന്ന അണ്ടറിലാണല്ലോ ആ ഒരു സംസ്കാരം കാത്തു സൂക്ഷിക്കുന്നത്. എന്താണ്? ഈ ഒരു ഇന്ത്യ എന്ന ഒരു പദത്തിലാണ്. സോ നമ്മൾ ആ ഒരു വിശ്വാസം അനുശാസിക്കുകയും ഇവൻ നമുക്ക് നമ്മുടെ ചിന്താഗതി ബാക്കിയുള്ള സൊസൈറ്റിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. സോ സംസ്കാരം ഒരു കൂട്ടം ആളുകൾ പങ്കിടുന്നു. ആൻഡ് ദ തേർഡ് തിങ് വരുന്നത് സംസ്കാരം വൈവിധ്യമാർന്നതാണ്, അല്ലേ? വൈവിധ്യമാർന്നതാണല്ലേ. പരസ്പരം ആശ്രയിക്കുന്ന നിരവധി ഭാഗങ്ങളുള്ള ഒരു സംവിധാനമാണിത്. ഈ ഭാഗങ്ങൾ വേറിട്ടതാണെങ്കിലും അവ പരസ്പര ബന്ധിതമാണ്. സംസ്കാരം മൊത്തത്തിൽ രൂപപ്പെടുന്നു. സംസ്കാരം വൈവിധ്യമാർന്നതാണ്. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കിപ്പോൾ ഈ ഒരു ചില ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനിക്കുന്നു, ചില ദൈവത്തിനെ മാത്രം വിശ്വസിക്കുന്നു. സോ ഇതൊക്കെ വൈവിധ്യം തന്നെ, അല്ലേ? പലതിലും വൈവിധ്യമുണ്ട്. ഡ്രസ്സസിൽ ഇപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്തായാലും ഇപ്പോൾ ഈവൻ കേരളത്തിൻ്റെ ഭാഗം എടുത്തു കഴിഞ്ഞാലും നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ
വ്യത്യാസമുണ്ട്. കൂടാതെ നമ്മൾ കഴിക്കുന്ന ഫുഡ്സിലൊക്കെ വ്യത്യാസമുണ്ടല്ലോ. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അവരുടെ കലാരൂപങ്ങളും നമ്മുടെ കലാരൂപങ്ങളും തമ്മിൽ വൈവിധ്യം തന്നെ അല്ലേ. പക്ഷെ അതിൻ്റെ ഒക്കെ കൂടിയിട്ടാണ് നമ്മുടെ ആ ഒരു ഇന്ത്യയിൽ വരുന്ന ആ ഒരു കൾച്ചർ വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് സംസ്കാരം വൈവിധ്യമാർന്നതാണെന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. സോ ആൻഡ് ദ ഫോർത്ത് തിങ് വരുന്നത് സംസ്കാരം നമുക്ക് അനുവദനീയമായ പെരുമാറ്റ രീതികൾ നൽകുന്നു. ഒരു പ്രവർത്തനം എങ്ങനെ നടത്തണം, ഒരു വ്യക്തി എങ്ങനെ ഉചിതമായി പ്രവർത്തിക്കണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അതായത് സംസ്കാരത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പേഴ്സണൽ ബിഹേവിയർ, ഒരു വ്യക്തി ഇങ്ങനെ പെരുമാറണം അല്ലേ. ഒരു കൾച്ചേർഡ് മാൻ അല്ലെങ്കിൽ കൾച്ചറലെസ് വ്യക്തിയെന്ന് നമ്മൾ ചില ടൈമിലെങ്കിലും യൂസ് ചെയ്യാറുണ്ട്. അതെന്താണ്, അവരുടെ സ്വഭാവ സവിശേഷതയെ മാത്രം ഉൾക്കൊണ്ടിട്ടാണ്. അതൊരു നല്ലൊരു വ്യക്തി എങ്ങനെയായിരിക്കണം, സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളവനായിരിക്കണം അല്ലേ. അതായത് അവൻ നന്നായിട്ട് തന്നെ മറ്റുള്ള വ്യക്തികളെയും താനെന്ന രീതിയിൽ കണക്കാക്കുന്നൊരു സ്വഭാവത്തിന് ഉടമയായിരിക്കണം. അങ്ങനെയാണ് നമ്മളൊരു കൾച്ചർ, ആ ഒരു സംസ്കാരം അവനിൽ കാണുന്നത്. സോ പെരുമാറ്റ രീതികളും ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് സംസ്കാരത്തിന് വരുന്നത്. ഓക്കെ. ആൻഡ് ഫിഫ്ത്ത് വൺ വരുന്നത് സംസ്കാരം ചലനാത്മകമാണ്. അതായത് ഒരു സംസ്കാരവും സ്ഥിരമായ അവസ്ഥയിൽ അവശേഷിക്കുന്നില്ല. കാലക്രമേണ പഴയ രീതികൾ പരിഷ്കരിക്കുകയോ മാറ്റുകയോ ചെയ്യുമ്പോൾ പുതിയ ആശയങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളും ചേർക്കുമ്പോൾ സംസ്കാരം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. സംസ്കാരത്തിൻ്റെ ക്യുമുലേറ്റീവ് ഗുണത്തിൽ നിന്ന് ഉടലെടുക്കുന്നു. സംസ്കാരത്തിൻ്റെ സവിശേഷതകളാണിത്. ഓക്കെ. അതായത് ചലനാത്മകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാറ്റങ്ങൾ സംഭവിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ലയബിൾ ടു ചേഞ്ച് അല്ലേ. കാലം മാറുന്നതിനനുസരിച്ച് അതിൽ ആഡ് ഓൺ ചെയ്യാം. നമ്മുടെ സംസ്കാരത്തിന് എന്തെങ്കിലും കുറ്റവും കുറവും ഉള്ളതാണെങ്കിൽ നമ്മളത് എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യും. അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് നമുക്കിപ്പം പറയുന്നതാണെങ്കിൽ ഫോർ എക്സാമ്പിളായിട്ട് നമ്മളിപ്പം ഒരു വ്യക്തിനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ സമൂഹത്തിൽ നിന്ന് അയാൾക്ക് എന്താണോ കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും അയാൾ ആ ഒരു സമൂഹത്തിനോട് പെരുമാറുന്നത് അല്ലേ. സോ ഈ ഒരു സംസ്കാര ചലനാത്മക കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ആഡ് ഓൺ അതിലേക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്യുക. സോ അതെപ്പോഴും ചലനാത്മകമാണ്, എപ്പോഴും അത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആൻഡ് സിക്സ്ത് വണ്ണ് വന്നിട്ട് സംസ്കാരം ആദർശപരമാണ്. പലപ്പോഴും ഒരേ സംസ്കാരമുള്ള ആളുകളിൽ നിന്ന് സാമൂഹിക സ്വീകാര്യത നേടുന്നതിന് വ്യക്തികൾ പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മാതൃകാപരമായ പെരുമാറ്റ രീതിയാണ് ഇത് അതായത് നമ്മളെപ്പോഴും എന്താണ് നമ്മുടെ ആദർശങ്ങളെയാണല്ലേ നമ്മൾ എപ്പോഴും മുതൽക്കൂട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ ആദർശങ്ങളാണ്. സോ ഈ ഒരു സംസ്കാരമുള്ള ആളുകളിൽ നിന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവരുടെ ആദർശങ്ങളും അതുപോലെ തന്നെ അത്രമേൽ സ്വീകാര്യത ഉള്ളതായിരിക്കണമെന്ന്. സോ അവരിൽ നിന്ന് നമ്മൾ പലതും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അവർ മാതൃകാപരമായിട്ടുള്ളൊരു സംസ്കാരത്തിന് എന്താണ് ബാധ്യതപ്പെട്ടിരിക്കുകയാണ്. സോ ആൻഡ് നെക്സ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത് സെവൻത്ത് വൺ സംസ്കാര മാറ്റങ്ങൾ. പുതിയ സാംസ്കാരിക സ്വഭാവങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനനുസരിച്ച് നഷ്ടപ്പെടുന്ന അറിവോ ചിന്തകളോ പാരമ്പര്യമോ ഉണ്ട്. കാലക്രമേണ പ്രത്യേക സംസ്കാരത്തിനുള്ളിൽ സാംസ്കാരിക മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ് അവർ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണിത്. അതായത് നമ്മളെന്താണ്, നമുക്ക് കാലം മാറുന്നതിനനുസരിച്ച് സംസ്കാരത്തിലും മാറ്റം സംഭവിക്കാം അല്ലേ. ഒന്നെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാം. അത്ര തന്നെ. നമ്മുടെ ചിന്തകളിലും അറിവിലും കുറച്ചും കൂടെ നമ്മൾ ബുദ്ധിപരമായിട്ട് അത് ചിന്തിക്കാനുള്ള ശേഷി നമ്മളൊന്നും കൂടെ ആർജിച്ചെടുക്കും. നമ്മളിപ്പം കുറേ കാലങ്ങൾ കഴിയുന്നതോറും നമ്മളിപ്പം ഇൻവെൻഷൻസും കാര്യങ്ങളും കണ്ടുപിടുത്തങ്ങളിലൊക്കെ നടത്തിയല്ലോ. സോ അതെന്താണ്, കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ്. സോ സംസ്കാരത്തിനും മാറ്റങ്ങൾ അനിവാര്യമാണ്. ആൻഡ് എയ്ത്ത് വൺ പറയുന്നത് സംസ്കാരം സഞ്ചിതമാണ്. അതായത് സംസ്കാരത്തിൽ ഉൾക്കൊള്ളുന്ന വ്യത്യസ്തമായ അറിവുകൾ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറാം. കാലം കടന്നു പോകുന്തോറും പ്രത്യേക സംസ്കാരത്തിൽ കൂടുതൽ അറിവുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടന്നു പോകുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഓരോരുത്തർക്കും പരിഹാരം കണ്ടെത്താനാകും. പ്രത്യേക സംസ്കാരം കാലത്തിനനുസരിച്ച് പോകുമ്പോൾ ഈ ചക്രം നിലനിൽക്കുന്നു. അതായത് എന്താണ്, ഈ ഒരു സംസ്കാരത്തിൽ അറിവുകൾ തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറാം അല്ലേ.
സത്യമായിട്ടും നമ്മളിപ്പം നോർമലി നമുക്കിപ്പം കിട്ടുന്ന ഒരു അറിവുകൾ നമ്മളെന്താണ് മുൻപേ നമ്മുടെ ചരിത്രകാരന്മാർ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ കൊടുത്ത അതിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് നിർവചനങ്ങളായാലും അല്ലെങ്കിൽ പുതിയ ഇൻവെൻഷൻസ് ആയാലും കണ്ടുപിടിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മുടെ തലമുറകളിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ആ ഒരു ബേസിലാണ് നമ്മൾ ഇത്രയും വലിയ കാര്യങ്ങളും ഒക്കെ കണ്ടെത്തുന്നത്. സോ സംസ്കാരം സഞ്ചിതമാണല്ലേ, അത് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ നമ്മൾ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ സംസ്കാരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ്. അതായത് മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സഹവർത്തിത്വത്തിൻ്റെ ആവശ്യകതയാണ് സംസ്കാരങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് വിശ്വാസങ്ങളും സഹവർത്തിത്വവും നമുക്ക് അനിവാര്യമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുള്ള സംസ്കാരങ്ങളെ അറിയുക, അതുകൊണ്ട് തന്നെ നമ്മളുടെ സംസ്കാരവും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. സത്യം, സൗന്ദര്യം, നന്മ എന്നീ 3 ശാശ്വതവും സാർവത്രികവുമായ മൂല്യങ്ങൾ സംസ്കാരവുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. അതായത് തത്വചിന്തയിലൂടെയും മതത്തിലൂടെയും നമ്മെ സത്യത്തിലേക്ക് അടുപ്പിക്കുന്നത് സംസ്കാരമാണ്. അത് കലയിലൂടെ നമ്മുടെ ജീവിതത്തിൽ സൗന്ദര്യം കൊണ്ടുവരികയും നമ്മെ സൗന്ദര്യാത്മക ജീവികളാക്കുകയും ചെയ്യുന്നു. മറ്റു മനുഷ്യരുമായി നമ്മെ അടുപ്പിക്കുകയും സ്നേഹം, സഹിഷ്ണുത, സമാധാനം എന്നിവയുടെ മൂല്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമ്മെ ധാർമ്മിക ജീവികളാക്കുന്നത് സംസ്കാരമാണ് അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഫിലോസഫിക്കൽ തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഓരോ മതങ്ങളും നമ്മളെ ആ മതത്തിൽ വിശ്വസിക്കാനും അല്ലെങ്കിൽ സമൂഹത്തെ എങ്ങനെ കാണണമെന്ന് പഠിപ്പിക്കുന്നു. അതെന്താ, ഓരോ മതവും സത്യത്തിലേക്കാണ് നമ്മൾ അടുപ്പിക്കുന്നത് അല്ലേ. അത് നമ്മുടെ ഒരു സംസ്കാരമാണല്ലേ. ഓക്കെ, കൂടാതെ നമ്മുടെ ഞാൻ പറഞ്ഞു സംസ്കാരത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ ആർട്സ്, മ്യൂസിക്, ഫിലോസഫി. ഓക്കെ, ഒരു കല, പിന്നെ വരുന്ന ഡാൻസ്, ആ ഓരോ പ്രാക്ടീസസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സംസ്കാരത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ഇതിലൂടെ നമുക്ക് സൗന്ദര്യാത്മക ജീവികളാവാൻ നമ്മളെ സഹായിക്കുന്നു. ജീവിതത്തിൽ നമുക്ക് പുതിയൊരു സൗന്ദര്യം കൊണ്ടുവരുന്നെന്ന് അല്ലേ. അത് ഈ ഒരു സംസ്കാരം നമ്മളെ അതിന് സഹായിക്കുന്നു. കൂടാതെ നമ്മളിൽ സ്നേഹം, സഹിഷ്ണുത, സമാധാനമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറ്റു മനുഷ്യരുമായിട്ട് നല്ല രീതിയിൽ പെരുമാറുന്നതിലൂടെ നമ്മളിലേക്കും ആ ഒരു സ്നേഹവും സഹിഷ്ണുതയും സമാധാനവും ഒക്കെ വരുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മുടെ ഒരു ജീവിത മൂല്യങ്ങളാണല്ലേ, നമ്മളെ നാമാക്കുന്ന ജീവിത മൂല്യങ്ങളാണ്. സോ അത് തന്നെയാണ് സംസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെന്താണോ അതാണ് നമ്മുടെ സംസ്കാരം എന്നുദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ ഇതൊക്കെയാണ് പറയുന്നത്. മെയിൻലി സംസ്കാരം എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ സംസ്കാരമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എനിവേ താങ്ക് യു.